തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡക്കർ ലാഭം. അപ്പോൾ ആളുകൾ ചോദിക്കും കോർപ്പറേഷനെയാണോ? അല്ല, KSRTCയിലെ ജീവനക്കാരുടെ നേതാക്കന്മാരല്ലേ. അതിൽ ഒരു നേതാവിനെ വിളിച്ചു, ഇയാൾക്ക് തലയ്ക്ക് അസുഖമാണ്, ഇയാൾ നഷ്ടം ഉണ്ടാക്കും, ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്. മൂന്നാറിലേക്ക് ഒരു ഡബിൾ ഡക്കർ ഉണ്ടാക്കി. പണ്ടൊരു സിനിമയിൽ കണ്ട ഒരു ആഗ്രഹം ഞാൻ വരച്ചു കൊടുത്തു ഉണ്ണികൃഷ്ണന്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, സാറേ ഗ്ലാസ് ഇത് കണ്ണാടി ലൈറ്റ് എന്നൊക്കെ. ഞാൻ ഒന്നുമില്ല, ഉണ്ണികൃഷ്ണൻ വരച്ചോണ്ട് വന്നു പറഞ്ഞു, പക്കായിട്ട് വരച്ചോണ്ട് വന്നു. ഞാൻ പറഞ്ഞു ഇത് തന്നെ സാധനം, പണി തുടങ്ങാൻ പറഞ്ഞു. ആദ്യത്തെ ബസ് ഇറങ്ങി. ആ ദിവസം ചിലരുടെ പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു, ഇയാൾക്ക് തലയ്ക്ക് അസുഖമാണ്, ഇയാൾ നഷ്ടം ഉണ്ടാക്കും, ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, ഇത് മറ്റേ പൊല്യൂഷൻ ഇല്ലാത്ത വണ്ടിയല്ലേ. ഇതിന് ചില KSRTCയിലെ ജീവനക്കാരുടെ നേതാക്കന്മാരല്ലേ. അതിൽ ഒരു നേതാവിനെ വിളിച്ചു, എൻ്റെ പ്രിയ സുഹൃത്തായ ശിവകുമാറിനെ വിളിച്ചു, പഴയ മന്ത്രി. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഒരു പ്രസ്താവന കൊടുക്കണം. ശിവകുമാർ പറഞ്ഞു അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അഭിപ്രായം പറയില്ല. രാഷ്ട്രീയമൊക്കെ ശരിയാണ്, പക്ഷെ ഇതിൽ അഭിപ്രായം പറയില്ല. പറഞ്ഞവർ ലജ്ജിച്ചില്ലേ? ഈ 9 മാസം കൊണ്ട് 1,17,00,000 രൂപയാണ് ഇത്. എന്നാലും 1,17,00,000 രൂപ ആർജിച്ചു. ഈ 1 കോടി ആർജിക്കുമ്പോൾ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതിൽ 70 ലക്ഷം രൂപ KSRTCക്ക് ലാഭമാണ്. അതായത് എല്ലാ ചെലവും പോയിട്ട് ലാഭമാണ്. ഡ്രൈവിംഗ് സ്കൂൾ ലാഭം, ഒരു ഡബിൾ ഡക്കർ, ഒറ്റ ഡബിൾ ഡക്കർ ലാഭം, തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡക്കർ ലാഭം. അപ്പോൾ ആളുകൾ ചോദിക്കും കോർപ്പറേഷനെയാണോ? അല്ല, തിരുവനന്തപുരത്തോടുന്ന ഡബിൾ ഡക്കർ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തരാമെന്ന് പറഞ്ഞിട്ട് പണം കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ പണം പേ ചെയ്തിരിക്കുന്നത് KSRTC ആണ്. അതിൻ്റെ ഉടമസ്ഥൻ KSRTC ആണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഈ ബാറ്ററി വണ്ടിയുടെ കൂടെയുള്ള വണ്ടിയാണ്, അങ്ങനെ ധരിക്കണ്ട, നമ്മുടേതാണ് സാധനം.